എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ആദ്യം ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്യുക. അതിലോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇറച്ചി മസാലയും നാരങ്ങാനീരും നല്ലപോലെ ചേർക്കുക. അതിലോട്ട് ശകലം വെളിച്ചെണ്ണ ചേർക്കുക. അത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇറച്ചി അതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് അടുപ്പിലോട്ട് വെക്കുക. അതിനകത്തോട്ട് കുറച്ച് സബോള ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഉരുളി വെക്കുക. ഉരുളിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണയും സബോളയും ചേർത്ത് കൊടുക്കുക. സബോള നല്ലപോലെ വഴറ്റുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെയും നമ്മളിത് ഇളക്കി കൊടുക്കുക. ഇത് ഫുൾ ഫ്ലെയിമിലാണ് ഈ സബോള നമ്മൾ ഗ്യാസിൽ വെക്കേണ്ടത്. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റുക. സബോള നല്ലപോലെ വഴറ്റി കൊടുക്കുക. പെരിഞ്ജീരകക്കൂട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ആദ്യം പെരിഞ്ജീരകവും കറുവപ്പട്ടയും എല്ലാം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുക. അതിലോട്ട് കുറച്ച് കുരുമുളകും ചേർത്ത് നല്ലപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുക. ഏകദേശം നമ്മുടെ പെരിഞ്ജീരകക്കൂട്ട് റെഡിയായിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗോൾഡൻ കളറ് നമ്മുടെ സബോളയ്ക്ക് ആയി വരുന്നത് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും ചേർത്ത് നല്ലപോലെ മിക്സിയിൽ ചെയ്യുക. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം നല്ലപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സബോളയിലോട്ട് സൈഡിലോട്ട് ചേർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സബോളയും കൂടി. നല്ലപോലെ നല്ലൊരു മൂപ്പിക്കുക. ഏകദേശം ഒരു ചുമന്ന ഒരു നിറം വരുമ്പോഴേക്കും നമ്മളത് ഓഫാക്കുക. അതിലോട്ട് കുറച്ച് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ചേർത്ത് വയ്ക്കുക. നല്ലപോലെ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക. ഏകദേശം ഒരു നല്ലൊരു തവിട്ട് കളറായിട്ടുണ്ട് ഇതിന്. അതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ അത് മിക്സ് ചെയ്യുക. അത് നമ്മൾ നല്ലപോലെ ആ വെള്ളം ചൂടാകുന്നവരെ നല്ലപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ വഴറ്റുക. അതിനോട്ട് കുറച്ചും കൂടി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയിലെ വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ കുറുകി വരും. അതിലോട്ട് നമ്മൾ കുറച്ച് വേപ്പിലയും മല്ലിയിലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ ഓരോ കഷ്ണം ഇറച്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.